കെപിസിസി യോഗത്തിൽ VM സുധീറിനെതിരെ രൂക്ഷ വിമർശനം. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സുധീരൻ സ്ഥാനമൊഴിയണമെന്ന് കെ ബാബു. ആദർശം പറഞ്ഞുകൊണ്ടിരുന്നാൽ പാർട്ടി ഉണ്ടാകില്ലെന്നും മദ്യനയം പ്രായോഗികമല്ലെന്ന് അറിഞ്ഞുകൊണ്ടാണ് നടപ്പാക്കിയതെന്നും കെ ബാബു പറഞ്ഞു. വിവരങ്ങളുമായി MR സജേഷ് ചേരുകയാണ്. സജേഷ്, ഇന്നലെയും ഇതുതന്നെയാണ് ഉണ്ടായത്, അതിരൂക്ഷമായ വിമർശനങ്ങൾ സുധീറിനെതിരെ പാർട്ടിയിൽ ഒരു പടയൊരുക്കം അതുതന്നെയാണോ കാണാൻ കഴിയുന്നത്? അഞ്ജു, അല്പം മുമ്പ് KPCC എക്സിക്യൂട്ടീവിൽ മുൻ എക്സൈസ് മന്ത്രി കെ ബാബു സംസാരിച്ചു. അതിരൂക്ഷമായ ആരോപണങ്ങളാണ് സുധീറിനെതിരെ ബാബു ഉന്നയിച്ചിരിക്കുന്നത്. സുധീറിന് ഒഴിയണമെന്ന ആവശ്യവും ബാബു ഉന്നയിച്ചു. പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഉമ്മൻചാണ്ടി സ്ഥാനമൊഴിഞ്ഞു. സമാനമായ രീതിയിൽ പാർട്ടിക്ക് ഉത്തരവാദിത്വമുണ്ട്, പാർട്ടിയും ആ രീതിയിൽ പ്രവർത്തിക്കേണ്ടതാണ് എന്ന വാക്കാണ് ബാബു ഉന്നയിച്ചിരിക്കുന്നത്. ബാബുവിന്റെ പ്രസംഗത്തിന്റെ ഏറ്റവും കാതലായ ഭാഗം മദ്യനയത്തെ കെ ബാബു തന്നെ വിമർശിച്ചു എന്നുള്ളതാണ്. മദ്യനയം അപ്രായോഗികമാണെന്ന് എനിക്ക് അറിയാമായിരുന്നു. അപ്രായോഗികമാണെന്നറിഞ്ഞ നയത്തെ അത് അപ്രായോഗികമാണെന്ന് അറിഞ്ഞുകൊണ്ട് നടപ്പാക്കേണ്ടി വന്നു. മദ്യലോബിയുടെ ആളാക്കി മുൾമുനയിൽ നിർത്തി. ആ സാഹചര്യത്തിലാണ് അത്തരമൊരു നയം നടപ്പാക്കേണ്ടി വന്നത്. ആദർശം പറഞ്ഞാൽ പാർട്ടി ഉണ്ടാകില്ല എന്ന കടുത്ത വാക്കുകളാണ് കെ ബാബു സുധീറിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. പാർട്ടിക്ക് പോലും വേണ്ടാത്തവനാണെന്ന് തോന്നൽ ഉണ്ടാക്കി 7 ദിവസത്തെ ദില്ലി ചർച്ചകൾ ആർക്കും വേണ്ടാത്ത ആളാക്കി എന്നെ മാറ്റി എന്ന വൈകാരികമായ പ്രസംഗമാണ് ബാബു ഇപ്പോൾ അല്പം മുമ്പ് KPCC എക്സിക്യൂട്ടീവിനകത്ത് നടത്തിയിരിക്കുന്നത്. കെ ബാബുവിന്റെ സംസാരം ഇപ്പോൾ അവസാനിച്ചിട്ടേ ഉള്ളൂ. മുൻ എക്സൈസ് മന്ത്രി തലത്തിൽ കെ ബാബു തന്നെ നടത്തിയ കുമ്പസാരമായി ഇതിനെ കാണാം. മദ്യനയം അപ്രായോഗികമാണെന്ന് അറിയാമായിരുന്നു. ചില രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായാണ് ഇത് നടന്നെന്ന വ്യക്തമായ സൂചനകളോട് കൂടിയാണ് ബാബു ഈ പ്രസംഗം ഇപ്പോൾ KPCC എക്സിക്യൂട്ടീവിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം നേതാക്കൾ ഇന്നലെ മുതൽ ഉയർന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയും. സജേഷ്, മറ്റൊരു കാര്യം കൂടി, ആദർശം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, അത് പാർട്ടിക്ക് വേണ്ടി പാർട്ടിയെ കുഴപ്പത്തിലാക്കുന്ന രീതിയിൽ ആദർശം പറഞ്ഞിട്ട് കാര്യമില്ല, അത് അഴിമതിയായാലും മറച്ചു വെക്കേണ്ടി വരും എന്നുള്ള ഒരു നിലപാട് കൂടി കെ ബാബുവിന്റെ വാക്കുകൾ വായിച്ചാൽ. അഞ്ജു, മദ്യനയം നടപ്പിലാക്കിയ സാഹചര്യത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് മുൻ എക്സൈസ് മന്ത്രി കൂടിയായ കെ ബാബു ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അന്ന് ആദർശത്തിന്റെ പേരിൽ സുധീരൻ കടുംപിടുത്തം പിടിക്കുകയായിരുന്നു നിലപാട് അന്നേ ബാബു കൈക്കൊണ്ടിരുന്നു. ഈ മദ്യനയം അത്തരത്തിലൊരു നിലപാടിന്റെ ഭാഗമായി മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് ഈ നയം നടപ്പിലാക്കിയത്. മദ്യനയം തെറ്റാണെന്ന് അന്നേ അറിയാമായിരുന്നു, അത് അപ്രായോഗികമാണെന്നും അറിയാമായിരുന്നു. എന്നാൽ എന്നെ കൊണ്ട് നടപ്പിലാക്കിച്ചു. എക്സൈസ് വകുപ്പ് വേണ്ടെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ തന്നെ കൊണ്ട് അക്കാര്യം നടപ്പിലാക്കിയായിരുന്നു എന്ന കുമ്പസാരമാണ് മുൻ എക്സൈസ് മന്ത്രി കൂടിയായ ബാബു നടത്തിയിരിക്കുന്നത്. അതായത് മദ്യനയം നടപ്പിലാക്കിയാൽ തന്നെ അത് തെറ്റാണെന്ന് പറയുന്ന സാഹചര്യമാണ് ഇന്ന് KPCC എക്സിക്യൂട്ടീവിൽ ഉണ്ടായിട്ടുള്ളത്. അത് നടപ്പിലാക്കേണ്ടി വന്ന സാഹചര്യം പാർട്ടിക്കകത്തെ രാഷ്ട്രീയ വഴക്കുകളാണെന്നും ഗ്രൂപ്പ് വഴക്കുകളാണെന്നും കെ ബാബു തന്നെ സ്ഥിരീകരിക്കുകയാണ് ഇന്ന് KPCC എക്സിക്യൂട്ടീവ് യോഗത്തിനകത്ത് ഉണ്ടായത്. ഇക്കാര്യത്തിൽ കൂടി സുധീരൻ മറുപടി പറയേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. മദ്യനയത്തെ കുറിച്ച് സംസാരിച്ചതിന് ശേഷം സുധീറിനെതിരെ ബാബു ആഞ്ഞടിക്കുകയായിരുന്നു. ഒപ്പം ഉമ്മൻചാണ്ടി ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ബാബു എണ്ണിപ്പറഞ്ഞു. ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സ്ഥാനമൊഴിഞ്ഞു, പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വന്നിട്ടില്ല. സമാനമായ രീതിയിൽ പാർട്ടിക്ക് ഈ തോൽവിയുടെ ഉത്തരവാദിത്വമുണ്ട് എന്ന് ബാബു പറയുമ്പോൾ സുധീരൻ ഒഴിയണമെന്ന് കൃത്യമായി പറഞ്ഞു വെക്കുകയാണ്. അഞ്ജു, വ്യക്തമാണ്. KPCC യോഗത്തിൽ VM സുധീറിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്. തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സുധീരൻ സ്ഥാനമൊഴിയണമെന്ന് കെ ബാബു പറഞ്ഞു. ആദർശം കൊണ്ട് നടന്നിട്ട് കാര്യമില്ലെന്നും മദ്യനയം പ്രായോഗികമല്ലെന്ന് അറിഞ്ഞുകൊണ്ടാണ് നടപ്പാക്കിയതെന്നുമുള്ള ഒരു കുറ്റസമ്മതം കൂടി കെ ബാബുവിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. മറ്റു വാർത്തകളിലേക്ക്. വികസനത്തിനു വേണ്ടി പരിസ്ഥിതിയെയും പരിസ്ഥിതിക്ക് വേണ്ടി വികസനത്തെയും മുരടിപ്പിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ ഖനനം പൊതുമേഖലയിലാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനതല പരിസ്ഥിതി വാരാചരണം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. നമ്മുടെ നാട്ടിൽ വികസനത്തിനു വേണ്ടി പരിസ്ഥിതിയുടെ കഥ കഴിക്കുന്ന അവസ്ഥയുണ്ടാകരുത്. പരിസ്ഥിതിക്ക് വേണ്ടി വികസനം തടയുന്ന നില ഇല്ലാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ള ഒരു സന്തുലിത സമീപനമാണ് നാം നിലനിർത്തേണ്ടത്. ഖനനം അത് പൊതു ഉടമസ്ഥതയിലാവണമെന്നുള്ളതാണ്. ഇവിടെ
ഖനനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങളും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. ആ പ്രശ്നങ്ങളുടെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. എന്നാൽ ഖനനം പൊതു ഉടമസ്ഥതയിലാകണമെന്ന കാഴ്ചപ്പാടിൽ തന്നെയാണ് LDF ഗവൺമെൻറ് ഉറച്ചു നിൽക്കുന്നത്. അതിരപ്പള്ളി പദ്ധതിയിൽ മുഖ്യമന്ത്രിയെ പിന്തുണച്ച് കെ മുരളീധരൻ മുഖ്യമന്ത്രിയുടെ നിലപാടിനോട് യോജിപ്പാണെന്നും വൈദ്യുത മന്ത്രിയായിരുന്ന കാലത്തെ തന്റെ അനുഭവ പരിചയമാണ് ഇതിന് കാരണമെന്നും മുരളീധരൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുല്ലപ്പെരിയാർ സംബന്ധിച്ച അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളോട് വിയോജിക്കുമ്പോൾ തന്നെ അതിരപ്പള്ളിയുടെ കാര്യത്തിൽ ഞാൻ മുഖ്യമന്ത്രി എടുത്ത നിലപാടിനെ സ്വാഗതം ചെയ്യുന്നതാണ്. ഞാനും കുറച്ചു കാലം ഈ വകുപ്പ് കൈകാര്യം ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് എനിക്കറിയാം ആവശ്യത്തിന് പകുതി മാത്രം സർക്കാരിന്റേത് നല്ല തുടക്കമെന്ന് MP വീരേന്ദ്രകുമാർ. അതിരപ്പള്ളിയിലും മുല്ലപ്പെരിയാറിലും എക്കാലത്തും ഒരേ നിലപാടുണ്ടാകണമെന്നില്ലെന്നും വീരേന്ദ്രകുമാർ കോഴിക്കോട് പറഞ്ഞു. തുടങ്ങിയിട്ടേ ഉള്ളൂ. വിലയിരുത്തൽ തുടങ്ങുന്ന അന്ന് തന്നെ വിലയിരുത്തലൊക്കെ പൂർത്തിയാവും. നല്ല തുടക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ അസംബ്ലി ഡിസ്കഷൻ വന്നിട്ടില്ല. ഇനി അതിരപ്പള്ളിയാണ് അല്ലെങ്കിൽ ഏതാണ് മറ്റേ മുല്ലപ്പെരിയാർ പ്രിപ്പയർ ഫോർ ഡിസ്കഷൻ. രാഷ്ട്രീയത്തിൽ ഇന്നും പഴയ നിലപാടല്ല, നിലപാടുകൾ മാറിക്കൊണ്ടിരിക്കും. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി CPIMന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. തിരുവനന്തപുരം പാങ്ങോട് മാർക്കറ്റിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളിൽ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പങ്കെടുത്തു. കേരളത്തെ മാലിന്യമുക്തമാക്കാനും അതുവഴി മഴക്കാല രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ CPIM ആഹ്വാനം നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെമ്പാടും CPIMന്റെയും വർഗബഹുജന സംഘടനകളുടെയും നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനമാണ് ഇടതുപക്ഷ ഗവൺമെൻറ് കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നത്. പരിസ്ഥിതിക്ക് ദോഷകരമായ ഒരു പ്രവർത്തനത്തിലും ആരും ഏർപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് CPIMന്റെ സമീപനം. അതിൻ്റെ അടിസ്ഥാനമായിട്ടായിരിക്കും ഓരോ പദ്ധതികൾക്കും ഗവൺമെൻറ് രൂപം നൽകാൻ പോകുന്നത്. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ആയിരക്കണക്കിന് വൃക്ഷത്തൈകളും നട്ടു. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലും സംസ്ഥാന വ്യാപകമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. മന്ത്രിമാർ, MLAമാർ, പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി DYFIയുടെ നേതൃത്വത്തിൽ ഈ മാസം 10 വരെ സംസ്ഥാന വ്യാപകമായി വൃക്ഷത്തൈകൾ നടും. വൃക്ഷത്തൈ നടീലിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് പൊട്ടക്കുഴിയിലെ AKG പാർക്കിൽ വൈദ്യുതി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പരിസ്ഥിതി ദിനത്തിൽ ജൈവ വൈവിധ്യ ഉദ്യാന സംരംഭവുമായി EMS അക്കാദമി. 2.5 ഏക്കർ സ്ഥലത്ത് 1000-ഓളം സസ്യ ഔഷധ വൃക്ഷത്തൈകളാണ് നട്ടുവളർത്തുക. ഇലഞ്ഞി തൈ നട്ടുകൊണ്ടാണ് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്യാനത്തിന് തുടക്കം കുറിച്ചത്. ജൈവ കൃഷിക്ക് വലിയ പ്രാധാന്യം നൽകുന്ന തിരുവനന്തപുരം EMS അക്കാദമി നഷ്ടപ്പെട്ട പ്രകൃതി സമ്പത്ത് പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ സംരംഭം ആരംഭിച്ചിരിക്കുന്നത്. ജൈവ വൈവിധ്യ ഉദ്യാനത്തിനാണ് ഇവിടെ പരിസ്ഥിതി ദിനത്തിൽ തുടക്കമായിരിക്കുന്നത്. EMS അക്കാദമിയിലെ 2.5 ഏക്കർ സ്ഥലത്താണ് ഉദ്യാനം തയ്യാറാകുന്നത്. ഇലഞ്ഞിത്തൈ നട്ടുകൊണ്ട് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇതിന് തുടക്കം കുറിച്ചു. 1000-ൽ പരം സസ്യ ഔഷധ വൃക്ഷങ്ങളാണ് ഇവിടെ നട്ടുവളർത്തുക. തിരുവനന്തപുരത്തെ ജൈവ വൈവിധ്യ പാർക്കായി ഇത് വികസിപ്പിക്കുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇവിടെ 1000-ൽ പരം വിവിധ തരത്തിലുള്ള മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നൊരു പദ്ധതിയാണ്. നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല ഒരു ജൈവ വൈവിധ്യ പാർക്ക് എന്നുള്ള നിലയിൽ ഇത് ഭാവിയിൽ വികസിക്കും. അത്യപൂർവയിനം വൃക്ഷങ്ങൾ, ഔഷധ സസ്യങ്ങൾ എന്നിവ കൊണ്ട് കുട്ടികൾക്കായി നക്ഷത്രവനവും ഇവിടെ തയ്യാറാകും. ജൈവ വൈവിധ്യ ഉദ്യാനത്തിന്റെ സംരക്ഷണമായി ഇതിന് സമീപത്തെ കുളവും മാറും. കുളത്തിൽ മത്സ്യകൃഷിയും ഉടൻ ആരംഭിക്കും. ഇത്തരം സംരംഭങ്ങളിലൂടെ അരുവികൾ, കുളം, കാവുകൾ എന്നിവ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രകൃതി സംരക്ഷണത്തിനാണ് CPIM ലക്ഷ്യം വയ്ക്കുന്നത്. തിരികെ വാർത്തകളിലേക്ക്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ രൂക്ഷമായി വിമർശിച്ച മുസ്ലിം ലീഗ്. ലീഗ് മുഖപത്രത്തിൽ ജനറൽ സെക്രട്ടറി KP മജീദാണ് ലേഖനം എഴുതിയത്. സമുദായത്തെ സംഘപരിവാർ പാളയത്തിലെത്തിക്കുന്ന നികൃഷ്ട നീക്കമാണ് കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ താമരസുന്നികൾ ചെയ്യുന്നതെന്നും ലീഗ് നിലപാട് വ്യക്തമാക്കുന്നു. സംഘപരിവാറിന് വേണ്ടി പ്രവർത്തിക്കുന്ന മുസ്ലിം പണ്ഡിതൻ എന്നാണ് ലീഗ് ജനറൽ സെക്രട്ടറി KP മജീദ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ ഇന്ന് വിശേഷിപ്പിച്ചത്. ഒരു മുസ്ലിം പണ്ഡിതൻ ഇത്രയേറെ തരം താഴുന്നത് ആദ്യമെന്നാണ്
ലീഗ് ജനറൽ സെക്രട്ടറിയുടെ ലേഖനത്തിൽ പറയുന്നത്. ലീഗ് മുഖപത്രത്തിലെ ലേഖനത്തിൽ കാന്തപുരത്തിനെതിരെ കഠിന വിമർശനങ്ങളാണ് ഉടനീളം ഉയർത്തുന്നത്. വ്യക്തിപരമായ വലിയ നേട്ടങ്ങൾക്കും സംഘടനാപരമായ ചെറിയ നേട്ടങ്ങൾക്കും വേണ്ടി മഞ്ചേശ്വരത്ത് BJP സ്ഥാനാർത്ഥിക്ക് കാന്തപുരം വോട്ടുമറിച്ചു എന്ന് KPA മജീദ് ഇന്നെഴുതുന്നു. തുടർന്ന് അങ്ങോട്ടുള്ള വിമർശനങ്ങൾ ഇങ്ങനെ: ഓരോ തെരഞ്ഞെടുപ്പിലും ആർക്കാണ് തങ്ങളുടെ വോട്ടെന്ന് പറയാതെ കാന്തപുരം ജയിച്ചവനെ പിന്തുണച്ച് പിന്നീട് പറയും. ലീഗിനോട് പോലും ഇത്തരത്തിൽ പെരുമാറിയിട്ടുണ്ട്. കേരളത്തിലെ മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി വിഭാഗീയത സൃഷ്ടിച്ച് ഒരു കൂട്ടം ആൾക്കാരെ സംഘപരിവാർ ആലയത്തിലേക്ക് കൊണ്ടുപോകുന്ന കാന്തപുരത്തിന്റെ നികൃഷ്ട നീക്കങ്ങൾ എന്നും KPA മജീദ് ലേഖനത്തിൽ വിമർശിക്കുന്നു. കാന്തപുരവും താമരസുന്നികളും ഇതൊക്കെ മനസ്സിലാക്കുന്നത് നന്നാകും എന്ന വാക്കോടുകൂടിയാണ് ലേഖനം KPA മജീദ് അവസാനിപ്പിക്കുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരെയും പ്രമുഖരെയും അനുസരിക്കുകയും അങ്ങനെ അവർ ഞങ്ങളെ വഴിതെറ്റിക്കുകയുമാണുണ്ടായത് എന്ന ഖുർആന്റെ വചനം കൂടി ലേഖനത്തിനു മുകളിൽ ചന്ദ്രിക നിരത്തുന്നു എന്നതും ശ്രദ്ധേയം. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV ന്യൂസ്. ജിഷ വധക്കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി DGP ലോക്നാഥ് ബെഹ്റ പെരുമ്പാവൂരിലെ കൊലപാതകം നടന്ന വീട് സന്ദർശിച്ചു. ജിഷയുടെ അമ്മ രാജേശ്വരിയെ കണ്ട് DGP കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അന്വേഷണം മാജിക് അല്ലെന്ന് പറഞ്ഞ DGP പ്രതിയെ പിടികൂടുക തന്നെ ചെയ്യുമെന്നും വ്യക്തമാക്കി. പെരുമ്പാവൂർ സന്ദർശനത്തിന് ശേഷം ആലുവ പോലീസ് ക്ലബ്ബിലെത്തിയ DGP അന്വേഷണ സംഘവുമായി ചർച്ച നടത്തി. രാവിലെ 8 മണിയോടെയാണ് DGP ലോക്നാഥ് ബെഹ്റ പെരുമ്പാവൂരിൽ ജിഷയുടെ കൊലപാതകം നടന്ന വീട്ടിലെത്തിയത്. വീടിനകത്തും പരിസര പ്രദേശങ്ങളിലും DGP വിശദ പരിശോധന നടത്തി. അന്വേഷണം മാജിക് അല്ലെന്ന് DGP പറഞ്ഞു. ചില കേസ് 24 മണിക്കൂറിനുള്ളിൽ തെളിയിക്കാൻ കഴിയുമെങ്കിൽ മറ്റു ചിലത് 1 വർഷമെടുത്തേക്കും. പ്രതിയെ പിടികൂടുക തന്നെ ചെയ്യുമെന്നും DGP മാധ്യമങ്ങളോട് പറഞ്ഞു. കേസ് ഡിറ്റക്ട് ആയ ശേഷം മാത്രം അതൊന്നും എന്താ ക്രൂഷ്യൽ ഇമ്പോർട്ടൻ്റ് അങ്ങ് പറയാം. ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ നടക്കുന്നുണ്ടോ? ഞങ്ങൾ ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് വളരെ ഒരു ഫോക്കസ്ഡ് രീതിയിൽ ഞങ്ങൾ നോക്കാം. സോ അതാണ് അതുകൊണ്ട് ഞാൻ നേരത്തെ കണ്ടിട്ടില്ലായിരുന്നു. സോ ഞാൻ വന്നു. സി മാഡം, വൺ തിങ് ഈസ് ദാറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഈസ് നോട്ട് മാജിക്. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ഒരു സാങ്കേതിക ഒരു സയൻറ്റിഫിക് രീതിയിൽ കൊണ്ടുപോകണം. സോ എൻ്റെ എക്സ്പീരിയൻസ് പ്രകാരം ഒരു കേസിന് നമ്മുടെ 24 hours ഡിറ്റക്ട് ചെയ്യാം, ഒരു കേസിന് 1 വർഷം പോലെ പിടിക്കും. പക്ഷേ ഞങ്ങൾ പിന്നെ ഈ കേസ് പെട്ടെന്ന് തെളിയിക്കാം. പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലെത്തി DGP ജിഷയുടെ അമ്മ രാജേശ്വരിയെ കണ്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. തുടർന്ന് DGP കുറുപ്പമ്പടി പോലീസ് സ്റ്റേഷനിൽ ചെന്ന ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. പിന്നീട് ആലുവ പോലീസ് ക്ലബ്ബിലെത്തിയ DGP ADGP B സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘവുമായി ചർച്ച നടത്തി. കേസിന് മേൽനോട്ടം വഹിക്കുന്നതിന്റെ ഭാഗമായി ഇന്നലെയാണ് DGP ലോക്നാഥ് ബെഹ്റ കൊച്ചിയിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. 5 രാജ്യങ്ങൾ സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വിറ്റ്സർലൻഡിലെത്തും. സ്വിറ്റ്സർലൻഡ് സന്ദർശനത്തിനിടയിൽ കള്ളപ്പണ വിഷയം വിശദമായി ചർച്ച ചെയ്യുമെന്നാണ് സൂചന. കള്ളപ്പണ വിഷയത്തിൽ സ്വിസ് അധികാരികളുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ അവകാശവാദം. ശനിയാഴ്ചത്തെ അഫ്ഗാൻ സന്ദർശനത്തിന് ശേഷമാണ് നരേന്ദ്രമോദി ഇന്ന് സ്വിറ്റ്സർലൻഡിലെത്തുന്നത്. കള്ളപ്പണ വിഷയം സ്വിറ്റ്സർലൻഡ് സന്ദർശനത്തിനിടയിൽ വിശദമായി ചർച്ചയാകുമെന്നാണ് സൂചന. വിദേശ ബാങ്കുകളിൽ കള്ളപ്പണ നിക്ഷേപമുള്ള 1600 ഇന്ത്യക്കാരുടെ പേര് വിവരങ്ങൾ പുറത്തുവന്നിരുന്നു. കള്ളപ്പണ നിക്ഷേപകരായ ഇന്ത്യക്കാരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് കാര്യമായി പുരോഗതി കൈവരിക്കാനായിട്ടില്ല. കള്ളപ്പണം തിരിച്ചുകൊണ്ടുവരുമെന്ന പ്രധാനമന്ത്രിയുടെ വാഗ്ദാനം ഇതുവരെ പാലിക്കാത്തതിലുള്ള കടുത്ത വിമർശനത്തിനിടയിൽ കൂടിയാണ് കൂടിക്കാഴ്ച. കള്ളപ്പണ വിഷയത്തിൽ സ്വിസ് അധികാരികളുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നാണ് വിദേശകാര്യ സെക്രട്ടറി S ജയശങ്കർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. ഇരട്ട നികുതി ഒഴിവാക്കൽ കരാർ പ്രകാരം ചർച്ച പുരോഗമിക്കുന്നതിനിടയിലാണ് ഇന്ന് മോദി സ്വിറ്റ്സർലൻഡിലെത്തുന്നത്. NSG അംഗത്വത്തിനായി സ്വിറ്റ്സർലൻഡിന്റെ പിന്തുണയും ഇന്ത്യ തേടും. തുടർന്ന് തിങ്കളാഴ്ച പ്രധാനമന്ത്രി വാഷിംഗ്ടണിലേക്ക് തിരിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. മുംബൈ പൂനെ എക്സ്പ്രസ് വേയിൽ വാഹനാപകടത്തിൽ 17 മരണം. ബസും കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ ബസ് 20 അടി താഴ്ചയിലേക്ക് മറിഞ്ഞു. കാറുകൾക്ക് മുകളിലേക്കാണ് ബസ് മറിഞ്ഞത്. 30-ലധികം പേർക്ക് പരിക്കേറ്റു. ലോക പരിസ്ഥിതി ദിനത്തിൽ അപൂർവ ഇനം സസ്യ ഔഷധ വൃക്ഷശേഖരവുമായി വ്യത്യസ്തനാവുകയാണ് ഷാജു. 500ഓളം വരുന്ന ശേഖരത്തിൽ ഹിമാലയത്തിൽ നിന്നും വിവിധ വനങ്ങളിൽ നിന്നും ലഭിച്ച വൃക്ഷങ്ങളും ഉൾപ്പെടുന്നു. വിദ്യാർത്ഥികളുടെ പഠന കേന്ദ്രം കൂടിയാണ് ഷാജുവിന്റെ തിരുവനന്തപുരം മരുതൂർക്കടവിലെ വീട്. ഒരു കാടാണോ കാണുന്നത് എന്നാകും പ്രേക്ഷകർ കരുതുന്നത്, അല്ലേ? സംശയിക്കേണ്ട, ഇത് അപൂർവ ഇനം സസ്യ ഔഷധ വൃക്ഷശേഖരമാണ്. തിരുവനന്തപുരം മരുതൂർക്കടവ് സ്വദേശി V ഷാജുവിന്റേതാണ് ഈ സസ്യ ഔഷധ വൃക്ഷകൃഷി.
കമല സുരയ്യയുടെ നീർമാതളം, 14 വർഷം പഴക്കമുള്ള കണിക്കൊന്ന, ഔഷധച്ചെടികളായ പൂയപ്പഴം, ക്യാൻസർ രോഗികൾക്കുള്ള ലക്ഷ്മി തരു, പെൻസിലിൻ ചെടി എന്നിങ്ങനെ നീളുന്നു ആ നിര. കണ്ടൽ പൊക്കുടൻ നൽകിയ കണ്ടലും ഷാജു ഇവിടെ സംരക്ഷിക്കുന്നു. ഹിമാലയത്തിൽ നിന്നും കൊണ്ടുവന്ന വിശപ്പ് ശമിപ്പിക്കുന്ന പശിയടക്കി, ദാഹം ഇല്ലാതാക്കുന്ന ജലസ്തംഭിനി എന്നിവ ഇവിടെ എത്തുന്നവർക്ക് വലിയ അനുഭവമാണ്. വിദ്യാർത്ഥികൾക്ക് ഓരോ വൃക്ഷത്തെയും ഔഷധച്ചെടിയെയും നേരിട്ട് പരിചയപ്പെടുത്തുകയാണ് തന്റെ ലക്ഷ്യമെന്ന് ISRO ജീവനക്കാരൻ കൂടിയായ ഷാജു പറയുന്നു. വംശനാശത്തിന്റെ പാതയിലുള്ളവയെ സംരക്ഷിക്കുകയാണ് മറ്റൊരു ലക്ഷ്യം. ഒരു 3-4 എണ്ണമെങ്കിലും ഒരു വീട്ടിൽ ഒരാളിന് വളരെ നിസ്സാരമായിട്ട് വളർത്താൻ കഴിയും. അപ്പോൾ ഇത് പ്രചരിപ്പിക്കാനായിട്ട് ഞാൻ കുട്ടികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും ഇവിടെ വരുന്ന ബോട്ടണി സ്റ്റുഡൻസിനും മറ്റ് സാമൂഹിക സന്നദ്ധ സംഘടനകൾക്കും ഒക്കെ തന്നെ എൻ്റേതായ അറിവും അനുഭവങ്ങളും പങ്കുവയ്ക്കാറുണ്ട്. എല്ലാ ചെടികളും വൃക്ഷങ്ങളും ഷാജുവിന്റെ 4 സെന്റ് സ്ഥലത്തിലെ വീടിന് മുകളിലാണ് നട്ടു നനച്ച് വളർത്തുന്നത്. എല്ലാത്തിനെയും വേഗത്തിൽ തിരിച്ചറിയുവാനായി ബോൺസായി രൂപത്തിലാണ് അദ്ദേഹം നിലനിർത്തുന്നത്. 25 വർഷമായി ഈ സംരംഭത്തിന് തുടക്കം കുറിച്ചിട്ട്. ഇവയ്ക്കായി ഉപയോഗിക്കുന്നതാകട്ടെ മഴവെള്ള സംഭരണവും ബയോഗ്യാസ് പ്ലാന്റും. ഭ്രാന്തമായ വനയാത്രകളാണ് ഷാജുവിനെ ഈ വഴിയിലേക്ക് കൊണ്ടെത്തിച്ചത്. കേരളത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ വലിയ മാതൃകയാണ് ഷാജുവിന്റെ ഈ ജൈവ സമ്പത്ത്. ലോക പരിസ്ഥിതി ദിനം കൂടിയായ ഇന്ന് ലോകത്ത് നിന്ന് പച്ചപ്പ് അകലുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ പ്രകൃതി സംരക്ഷണം.